തുടർച്ചയായ 6ാം വർഷവും തൃശൂർ പൂരത്തിനെത്തുന്ന ആനകൾക്ക് ഇത്ര ആനകളൊക്കെ വരുമല്ലോ. അപ്പോൾ ഈ ആനകൾക്ക് വേണ്ട സൗകര്യമൊക്കെ ഒരുക്കുന്നതിലും തൃശൂർക്കാർ ഒട്ടും പിറകിലല്ല. കാരണം നേരത്തെ ഞാനും അവരും ഒക്കെ പറഞ്ഞതുപോലെ ആന എന്ന് പറയുന്നത് തൃശൂർക്കാർക്ക് ഒരു വികാരമാണ്. അവരുടെ സ്വന്തമാണ് ആന. അപ്പോൾ ആ ആനകൾക്ക് ആവശ്യമായ തീറ്റപ്പുല്ല് നൽകി വേറിട്ട ഒരു പൂര പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് ആനച്ചൂര് എന്ന ആനപ്രേമി സംഘടന. 10 ടൺ പുല്ലാണ് തൃശൂർ പൂരത്തിന് ആനകൾക്കായി ഇവർ എത്തിച്ചു നൽകിയത്. ആനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ? നമ്മളെല്ലാരും വിചാരിക്കും പനമ്പട്ടയാണെന്ന്. അതൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ശരിക്ക് ആന അതിന്റെ തനത് സ്വഭാവത്തിൽ കഴിക്കുന്നത് പുല്ലും അതുപോലെ മരത്തിന്റെ ചില്ലകളിൽ നിന്നുള്ള ഇലകളൊക്കെയാണ്. ഇവിടെ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ തൃശൂർ പൂരത്തിന് എത്തുന്ന ആനകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇവിടെ ലഭ്യമാക്കുമെന്ന് ആനപ്രേമികളൊക്കെ ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. ഉറപ്പ് കൊടുത്തിരിക്കുക മാത്രമല്ല, അതെല്ലാം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ആനച്ചൂര് എന്ന ആനപ്രേമികളുടെ കൂട്ടായ്മയാണ് ഈ ഒരു പുല്ലൊക്കെ ഇവിടെ ആനകൾക്ക് എത്തിച്ചു കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് പനമ്പട്ട എന്നാണ് ആനകളുടെ ഇഷ്ടഭക്ഷണം നമ്മൾ കരുതുന്നത്. പക്ഷെ അതല്ല എന്നത് കാണുമ്പോഴേ അറിയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പനമ്പട്ട മാത്രമല്ല, ആനകള് ഈ പറയുന്ന കാട്ടിലൂടെ നടക്കുമ്പോൾ അറിയാം 40 കിലോമീറ്റർ സഞ്ചരിച്ച് 250 കിലോ ഭക്ഷണം കഴിക്കുന്ന ഒരു മൃഗം, പുല്ലും ഇലകളും എല്ലാം കഴിക്കുന്ന ഒരു ജീവിയാണ്, സസ്യഭുക്കാണ്. ഇത്രയും വലിയൊരു ജീവി സസ്യഭുക്കാണെന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. അപ്പോൾ ആ ഒരു ഇതിന് 6 വർഷമായി ആനച്ചൂര് എന്ന് പറയുന്ന ഈ കൂട്ടായ്മ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് 10 ടണ്ണാണ്, ഏകദേശം ഒരു ലോറിയിൽ 5 ടണ്ണാണ്, അങ്ങനെ 2 ലോറി 10 ടണ്ണ് പുല്ലാണ്, തീറ്റപ്പുല്ലാണ് ആനകൾക്കായിട്ട് നൽകുന്നത്. ഇത് 6ാമത്തെ വർഷമാണ്. ഇപ്പോൾ പാറമേക്കാവിലും തിരുവമ്പാടി ദേവസ്വങ്ങൾക്ക് നൽകിയ ശേഷം ഈ കൊക്കർണിപ്പറമ്പിൽ 3-4 ആനകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു 10-20 കെട്ട് മാറ്റിവെച്ച് അതിവിടെ കൊണ്ടുവന്നാണ്. അതിന്റെ അമരക്കാരനാണ് അജിത്ത്. നമുക്ക് അവരോടൊന്ന് ചോദിക്കാം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഈ പുല്ല് കൊടുക്കാനുള്ള? സാധാരണ ആനയ്ക്ക് എല്ലാവരും പഴങ്ങൾ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്, പനമ്പട്ട എത്തിച്ചു കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു? നമ്മള് തീറ്റപ്പുല്ല് കൊടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ തിരുവമ്പാടി ശിവസുന്ദർ എന്ന് പറയുന്ന പൂരനായകൻ എരണ്ടകെട്ട് മൂലമാണ് പോയത്. അപ്പോ അതിനുശേഷമാണ് ഇങ്ങനെ തീറ്റപ്പുല്ലാവുമ്പോൾ ഒന്നുകൂടെ ദഹന പ്രക്രിയയിൽ നല്ലതാണെന്നും പനമ്പട്ടയാകുമ്പോൾ ദഹിക്കുന്ന പ്രശ്നങ്ങൾ വളരെ കൂടുതലാണെന്നുള്ളൊരു ഇത് വന്നു. നമ്മളെ കൊണ്ട് അന്ന് ഗ്രൂപ്പ് തുടങ്ങിയൊരു അവസരമാണ്, സാധിക്കുന്നൊരു കേസ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരിത് തോന്നി. അങ്ങനെ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടിയിട്ട് ആദ്യത്തെ വർഷം ഞങ്ങൾ കുറച്ച് പുല്ലിറക്കിയിട്ട് കൊടുത്തു. അത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വത്തിന്റെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ടാണ് ഉണ്ടായത്. അപ്പോൾ തുടർച്ചയായിട്ട് 6ാമത്തെ വർഷം 3.5 രൂപയാണ് ഒരു കിലോ പുല്ലിന്. അപ്പോൾ 10 ടണ്ണ് 35,000 രൂപ ഏകദേശം പുല്ലിന് മാത്രം വരുന്നുണ്ട്. പിന്നെ 2 വണ്ടി പാലക്കാട്ടിൽ നിന്നാണ് പുല്ലെടുക്കുന്നത്. അപ്പോൾ അതിവിടെ കൊണ്ടുവരാനുള്ളതും പിന്നെ ഞങ്ങളെല്ലാ ഗ്രൂപ്പ് മെമ്പർമാരുടെയും കായിക അധ്വാനം. പട്ടയും ഈ നാരും കൊണ്ടുപോയാൽ ആനകൾക്ക് ഇനിയും ഇതുപോലുള്ള അസുഖങ്ങൾ വരാം, എണ്ണക്കെട്ടുണ്ടാവും എന്ന് അപ്പോഴാണ് ഞങ്ങൾ ചർച്ച ചെയ്തത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പൂരത്തിന്. അങ്ങനെ എല്ലാവരും കൂടി നമ്മൾ തീറ്റപ്പുല്ല് കൊടുക്കാൻ തീരുമാനിച്ചു. അത് വളരെ ഭംഗിയായിട്ട് 6ാമത്തെ കൊല്ലം അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. തിരുവമ്പാടി പാറമേക്കാവ് ദിവസങ്ങളുടെ സപ്പോർട്ട് വളരെ സപ്പോർട്ടാണ് ലഭിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഈ സംഘടന ചെയ്യുന്നത്? ആനച്ചൂര് സംഘടന എന്ന് പറഞ്ഞത് ഞങ്ങള് ആനയിൽ നിന്നും പരിക്ക് പറ്റുന്ന ചട്ടക്കാരെ അവർക്ക് സഹായങ്ങളുണ്ട്. പിന്നെ അതുപോലെ നമ്മള് ഈ കലണ്ടർ ഇതുണ്ട്. ആ ഒരു ഇതുകൊണ്ടാണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത്. കർക്കിടക മാസത്തിലെ ആനയൂട്ടില് നടത്താറുണ്ട്. സാധാരണ ഈ പൂരപ്രേമികൾക്കൊക്കെ ആനകളെ പൂരപ്പറമ്പിൽ കാണുമ്പോൾ ആവേശമാണെങ്കിലും വലിയൊരു ഭാഗം പറയുന്നത് ആനകൾ പൂരപ്പറമ്പിൽ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, വേദന അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് അവർക്കുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കുന്നതിന് മുന്നോട്ട് വയ്ക്കാനുള്ള സജഷൻ? നാട്ടാന പരിപാലന ചട്ടപ്രകാരം കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഉത്സവങ്ങളുടെ എണ്ണം 7,000ആണ്. ഏകദേശം 10,000 ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. ഈ 10,000 ഉത്സവങ്ങൾക്ക് നമുക്കുള്ളത് 350-ൽ താഴെ ആനകൾ മാത്രമേ ഉള്ളൂ. അതിനകത്ത് പിടിയാനയുണ്ട്, വാർദ്ധക്യം ബാധിച്ച് മാറ്റി നിർത്തുന്ന ആനയുണ്ട്. ഒരു 200-250 ആനയെ വെച്ചിട്ടാണ് ഈ ഒരു ജനുവരി മുതൽ അല്ലെങ്കിൽ മെയ് മാസം വരെയുള്ള 4-5 മാസത്തെ ഉത്സവകാലം നടന്നു പോകുന്നത്. അപ്പൊ കേരളത്തിലേക്ക് ആനകൾ ആവശ്യമാണ്. കൂടുതൽ ആനകൾ വന്നാൽ നിലവിലുള്ള ആനകൾക്ക് വിശ്രമം നൽകാനും അതുപോലെ തന്നെ ഒരു 2ാം നേരം 3ാം നേരം ഒരു ഭാവി തലമുറയ്ക്ക് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായുള്ള എഴുന്നള്ളത്തുകളും ചിട്ടകളും നമുക്ക് പകർന്നു നൽകാനും പറ്റും. പക്ഷെ അതിനൊക്കെ ആനകൾ വരണം. ആനകൾ വന്നാൽ മാത്രമേ പറ്റുള്ളൂ. വേറൊരു കാര്യം എന്ന് വെച്ചാൽ 10,000-കണക്കിന് ഉത്സവങ്ങളിൽ 1-2 ഉത്സവങ്ങളിൽ എന്തെങ്കിലും സംഭവിക്കുന്നതിനെ പർവ്വതീകരിച്ചുകൊണ്ട് ഇത് മാത്രം വേണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവർ കപട മൃഗസ്നേഹികൾ മാത്രമാണ്. എൻജിഒകളിൽ നിന്ന് കൈപ്പറ്റി വിദേശ ഫണ്ട് കൈപ്പറ്റി ഇതിനെതിരെ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ തകർക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരാണ് ഈ ചെറിയ വിഷയങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം കൂടിയുണ്ട്, ഈ ഒരു ഉത്സവ സീസൺ വെച്ചുകൊണ്ട് 3 ലക്ഷം കുടുംബങ്ങളാണ് കഴിഞ്ഞു പോകുന്നത്. ഇതാരും കാണുന്നില്ല. അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ എന്തുകൊണ്ട് പൂരങ്ങളിൽ ആനകൾ വേണം എന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ആനകളുടെ ഭക്ഷണശീലത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അതിന് ഏത് തരത്തിലുള്ള ഭക്ഷണം നൽകണമെന്ന ഒരു സന്ദേശം അവരുടെ പ്രവൃത്തിയിലൂടെ അവർ കാണിച്ചു നൽകുക കൂടി ചെയ്യുന്നു. കെ പി ധനേഷിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18.